വഖഫ് കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാടിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോര് കടുക്കുന്നു. ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ നീക്കമെന്ന് പിണറായി വിജയൻ. എന്നാൽ പ്രതിപക്ഷ നേതാവിന് കള്ളം പറയാനേ കഴിയൂ എന്ന് ലീഗ് മറുപടി നൽകി. ഹൈക്കോടതി വിധി ഞെട്ടിച്ചു എന്ന് ബോർഡ് ചെയർമാൻ അഭിപ്രായപ്പെട്ടു. വിധിക്കെതിരെ നൽകിയ ഹർജി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിക്കാം എന്ന് സുപ്രീംകോടതി പറഞ്ഞു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. വഖഫ് ബോർഡ് കേന്ദ്ര നിയമമനുസരിച്ച് പുനഃസംഘടിപ്പിക്കണം, സംസ്ഥാന വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതരരായ 2 പേരെ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ അഭിഭാഷകൻ ഈ ഹർജിക്കാരുടെ വാദത്തിനൊപ്പം നിന്നു എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ വലിയ വിവാദം ആയിരിക്കുന്നത്. നേരത്തെ വഖഫ് ബോർഡ് അംഗവും സമസ്ത നേതാവുമായ ഉമർ ഫൈസി മുക്കം ഈ വിഷയത്തിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. സർക്കാരും ഈ ഹർജിക്കാരും BJP നേതൃത്വമൊക്കെ ഒത്തുകളിക്കുകയാണ്. ഈ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢനീക്കം ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വിമർശനങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഏറ്റുപിടിക്കുന്നു. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസ്, അതില് ഹർജിക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഒത്തുകളിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് സംഘപരിവാർ അജണ്ട അനുസരിച്ചുള്ളതായിരുന്നു. ഏതായാലും വിമർശനങ്ങൾക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM എസ്ലാം മറുപടി പറയുകയാണ്. കേന്ദ്ര വഖഫ് നിയമത്തിനെതിരെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും നിലപാട്. അത് ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ നിയമാനുസൃതമായി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്നുള്ള ഷോൺ ജോർജിനൊപ്പം തന്നെ മറ്റു ചില ഹർജികളുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നിയമാനുസൃതമായി അത് പുനഃസംഘടിപ്പിക്കുന്ന കാര്യം പരിശോധിക്കാമെന്നൊരു നിലപാട് മാത്രമാണ് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ അവിടെ എടുത്തതെന്നാണ് PM എസ്ലാം അതിനെ വിശദീകരിക്കുന്നത്. ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 അമുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും സംസ്ഥാന വഖഫ് ബോർഡ് മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന വഖഫ് ബോർഡ്. സമസ്ത നേതാവും വഖഫ് ബോർഡ് അംഗമായ ഉമർ ഫൈസി മുക്കവും ഈ ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. കേസ് സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും ഇതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമാകുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.